മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യവും 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും നമുക്ക് വായിക്കാം. ബർന്നബാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യെരുശലേം വിട്ട് മടങ്ങിപ്പോന്നു. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. നമുക്കറിയാം, സ്തെഫാനോസിൻ്റെ രക്തസാക്ഷി മരണത്തോടുകൂടെ യെരുശലേമിൽ ഉണ്ടായ പീഡനിമിത്തം ചിതറിപ്പോയ കുപ്രസ്കാരും കുറേനക്കാരുമായ ആളുകളാണ് അന്ത്യോക്യയിൽ സുവിശേഷം പ്രസംഗിച്ചത്. അന്ത്യോക്യയിൽ കുറേ ആളുകൾ മാനസാന്തരപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ യെരുശലേം സഭ ബർന്നബാസിനെ അന്ത്യോക്യയ്ക്ക് പറഞ്ഞയച്ചു. കാരണം ബർന്നബാസ് കുപ്രോസ്കാരനാണ്, അവിടെ പോയി പ്രവർത്തിച്ചതും കുപ്രോസ്കാരാണ്. തന്നെയുമല്ല, യവനന്മാരാണ് അവിടെ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കുപ്രോസിൽ ജീവിച്ചതുകൊണ്ട് യവനന്മാരുടെ സംസ്കാരമൊക്കെ അറിയാവുന്ന ബർന്നബാസിനെ, മാത്രവുമല്ല നന്നായി ദൈവവചനം ശുശ്രൂഷിപ്പാൻ കൃപാവരമുള്ള ആളുമായ ബർന്നബാസിനെ സഭ അന്ത്യോക്യയിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ഇക്കാലത്ത് പണക്കാരായ ആളുകളാണ് മാനസാന്തരപ്പെടുന്നതെങ്കിൽ വലിയ സന്തോഷമാണ്. നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഉന്നത കുലജാതരൊക്കെ ആണെങ്കിൽ വലിയ സന്തോഷമാണ്. പക്ഷേ ഇവിടെ പുറജാതികളായ ആളുകൾ, അവർ ദൈവകൃപയാൽ ഭയങ്കര വ്യത്യാസമുള്ളവരായി മാറിയത് കണ്ട് ബർന്നബാസ് സന്തോഷിക്കുകയാണ്. അദ്ദേഹം കുറേ കാലം അവിടെ പ്രവർത്തിച്ചപ്പോൾ വളരെയധികം ആളുകൾ മുന്നോട്ട് വന്നു. അപ്പോൾ ബർന്നബാസിന് ഒരു ആശയം ഉദിച്ചു. ഇവിടെ എന്നേക്കാൾ പ്രയോജനപ്പെടുന്ന ഒരാളുണ്ട്. ഈ സ്ഥലത്ത് ദമസ്കോസിൽ വെച്ച് മാനസാന്തരപ്പെടുകയും അല്ലെങ്കിൽ ദൈവവിളി ഉണ്ടാകുകയും ദമസ്കോസിൽ കുറേ കാലം പ്രവർത്തിച്ച ശേഷം യെരുശലേമിൽ വന്ന അപ്പോസ്തലന്മാരെയൊക്കെ പരിചയപ്പെട്ടിട്ട് സ്വന്തം നാടായ തർസൂസിലേക്ക് പോയ പൗലൂസ്, അദ്ദേഹം യെരുശലേമിൽ ഗമാലിയേലിൻ്റെ പാദത്തിങ്കലിരുന്ന് വേദപുസ്തകത്തിലെ ഉപരിപഠനം നടത്തിയ ആളാണ്. റോമ പൗരനാണ്, ബഹുഭാഷ പണ്ഡിതനാണ്, ഭക്തനാണ്. അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരണം. മൈലുകൾ യാത്ര ചെയ്ത് എന്ന് പറഞ്ഞാൽ നടന്നു വേണം പോകാൻ. 1000-500 മൈൽ അകലെ
അല്ലെങ്കിൽ 500 കിലോമീറ്റർ അകലെയുള്ള ആ സ്ഥലത്തേക്ക് ഇദ്ദേഹം നടന്നുപോയി. പല ദിവസം വേണം അവിടെ ചെല്ലാൻ. അവിടെ ചെന്ന് ശൗലിനെ കണ്ടുപിടിച്ചു. ശൗലിനോട് പറഞ്ഞു, നീ വരണം. പ്രിയപ്പെട്ടവർ, ഈ കൂട്ടായ്മ എന്നുള്ളൊരു വാക്ക് അതിന് വളരെ അർത്ഥങ്ങളുണ്ട്. സുവിശേഷ വേലയിലുള്ള കൂട്ടായ്മ. കർത്താവിൻ്റെ വേല ഒറ്റയ്ക്ക് ചെയ്യേണ്ടതല്ല. സമാന ചിന്താഗതിയുള്ള ആളുകളെ കൂട്ടി ഒരുമിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചു എന്നുള്ള ക്രെഡിറ്റ് ഇതിൻ്റെ ഒരു ആവശ്യം നമുക്ക് കിട്ടണമെന്നൊരു ചിന്തിക്കേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ നാമമാണ് മഹത്വപ്പെടേണ്ടത്. അതുകൊണ്ട് മറ്റുള്ളവരെ കൂടെ സഹകരിപ്പിക്കണം. അപ്പോൾ ബർന്നബാസ് ശൗലിനെ തിരയാൻ പോയി, തിരഞ്ഞു, കൊണ്ടുവന്നു. അവർ ഒരു സംവത്സരം മുഴുവൻ 2 കാര്യമാണ് ചെയ്തത്. ഒന്ന്, സഭായോഗങ്ങളിൽ കൂടി. 2, ബഹുജനത്തെ ഉപദേശിച്ചു. സഭയിലെ മീറ്റിങ്ങുകൾ, വ്യത്യസ്ത മീറ്റിങ്ങുകൾ കാണും. പ്രാർത്ഥനയോഗം കാണും, സാക്ഷ്യയോഗം കാണും, ബൈബിൾ ക്ലാസ് കാണും. അതുപോലെ സഹോദരിമാരുടെ മീറ്റിംഗ്, സഹോദരന്മാരുടെ മീറ്റിംഗ്, യുവാക്കളുടെ മീറ്റിംഗ്, കുട്ടികളുടെ മീറ്റിംഗ്. അതിൽ തെറ്റില്ല. കാരണം അവനവന് മനസ്സിലാകുന്ന ആ ഭാഷയിൽ തീർച്ചയായിട്ടും ദൈവവചനം പഠിപ്പിക്കുവാൻ, അങ്ങനെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ സഭായോഗങ്ങൾ, അതായത് പൊതുസ്ഥലത്തും അതുപോലെ വീടുകളിലും ഒക്കെ ഉള്ള ശുശ്രൂഷകൾ ചെയ്തത് കൂടാതെ പബ്ലിക്കിനോട്, പൊതുജനത്തോട് ദൈവവചനം പറഞ്ഞു. ഇത് രണ്ടും ഒരുപോലെ പോകേണ്ടതാണ്. പക്ഷെ പല സഭകളിലും ഈ ആരാധന അല്ലെങ്കിൽ ആരാധനയോട് ബന്ധപ്പെട്ട സഭായോഗങ്ങൾ അല്ലാതെ അതിന് തത്തുല്യമായ നിലയിൽ പൊതുജനത്തോട് സുവിശേഷം അറിയിക്കുന്ന ഒരു കാര്യമില്ലെന്നുള്ളത് ദുഃഖകരമാണ്. വർഷത്തിലൊരു കൺവെൻഷൻ ചുരുക്കം ചില സഭകൾ നടത്തും. പക്ഷേ അതും വിശ്വാസികളെ അവിടെ വരാറുള്ളൂ. എന്നാൽ പൗലോസ് വീടുതോറും സുവിശേഷം അറിയിച്ചുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോസ്തലർ 20. അതുകൊണ്ട് വീട് സന്ദർശനം നല്ലൊരു മീഡിയമാണ്. ലഘുലേഖ വിതരണം നല്ലൊരു കാര്യമാണ്. പരസ്യയോഗം നല്ലൊരു കാര്യമാണ്. ആശുപത്രി ജയിൽ സന്ദർശനം നല്ലൊരു സുവിശേഷ വേലയാണ്. കവലപ്രസംഗങ്ങൾ, അതുപോലെ തന്നെ വീട്ടുമുറ്റത്തെ മീറ്റിങ്ങുകൾ, സാധിക്കുവാണെങ്കിൽ കൺവെൻഷൻ, ഇതൊക്കെ ഏത് മീഡിയമാണ് അവിടെ, ഏത് മാധ്യമമാണ് അവിടെ പ്രയോജനപ്പെടുക എന്നുള്ളത് നമുക്ക് വിവേചിച്ചറിയാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും 2 കാര്യം ചെയ്തേ മതിയാവും. അപ്പോൾ വളരെ ആളുകൾ മുന്നോട്ട് വന്നു. പൊതുജനങ്ങൾ ഇവരെ വിളിച്ച് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ഇവർ കാണുന്നു, ക്രിസ്തുവിനെ ഇവർ അനുഗമിക്കുന്നു. ഇവർ പൗലൂസിൻ്റെ അനുയായികളെന്ന് പറഞ്ഞില്ല, ബർന്നബാസിൻ്റെ അനുയായികളെന്ന് പറഞ്ഞില്ല. ക്രിസ്തുവിൻ്റെ അനുയായികൾ, ക്രിസ്ത്യാനികൾ. അതാണ്. ക്രിസ്തുവിൻ്റെ പിന്നാലെ ആളുകൾ പോകണം. പൗലൂസ് അപ്പോസ്തലർ 20 പറഞ്ഞു, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വിപരീതോപദേശം പ്രസ്താവിക്കുന്ന ആൾ എഴുന്നേൽക്കുമെന്ന്. ഒരിക്കലും സഭയിലെ ആളുകളെ, പല സഭയിലെ ആളുകളെ സംഘടിപ്പിച്ച് തങ്ങളുടെ പിന്നാലെ, അതിലെ യുവജനങ്ങളെ തങ്ങളുടെ പിന്നാലെ കൂട്ടുക, അതിലെ കുട്ടികളുടെ തങ്ങളുടെ പിന്നാലെ കൂട്ടുക, അതിലെ സ്ത്രീജനങ്ങളെ തങ്ങളുടെ പിന്നാലെ കൂട്ടുക, അതിൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവരെ തങ്ങളുടെ പിന്നാലെ കൂട്ടുക, അതിൽ പ്രത്യേക ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട ആളുകളെ തങ്ങളുടെ പിന്നാലെ കൂട്ടുക, പ്രത്യേക ജോലിയുള്ള ഉദ്യോഗസ്ഥരെ തങ്ങളുടെ പിന്നാലെ കൂട്ടുക, അതൊന്നും ശരിയല്ല. സ്ഥലം സഭയാണ് പ്രധാനം. സഭയായിട്ട് വളരാൻ ഇടയായി തീരണം. അപ്പോൾ ഇവിടെ പൗലൂസും ബർന്നബാസും ദൈവവചനം പഠിപ്പിച്ചത് ആളുകൾ യേശുവിനെ അറിയണം, യേശുവിനെ സ്നേഹിക്കണം, യേശുവിനെ പോലെ ജീവിക്കണം എന്ന ആഗ്രഹത്തിലാണ്. അത് ഫലിച്ചു. ജനങ്ങൾ അവർ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുവാൻ ഇടയായി തീർന്നു.
അങ്ങനെ ഇരിക്കുകയാണ് യെരുശലേമിൽ ക്ഷാമമുണ്ടെന്ന് അറിഞ്ഞത്. ഇവനൊരു കളക്ഷൻ എടുത്തു. അത് യെരുശലേമിലെ മൂപ്പന്മാരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട്, അതും വളരെ 100 മൈൽ അകലമാണ് ഈ അന്ത്യോക്യയിൽ നിന്ന് യെരുശലേമിൽ ചെല്ലാൻ. ഒന്ന് സിറിയയിലാണ്, മറ്റൊന്ന് യെരുശലേം അല്ലെങ്കിൽ ഇസ്രായേൽ. 100 മൈൽ നടന്ന് അവർ ചെന്ന് ഈ സംഖ്യ മൂപ്പന്മാരെ ഏൽപ്പിച്ചിട്ട് അവർ തിരിച്ചു പോന്നപ്പോൾ ബർന്നബാസിൻ്റെ സഹോദരിയുടെ മകനായ മർക്കോസിനെ കൂടെ കൂട്ടിക്കൊണ്ടു പോന്നു. മർക്കോസ് മറിയ എന്ന സഹോദരിയുടെ മകനാണ്. അപ്പോസ്തലപ്രവൃത്തി 12 പത്രോസ് ജയിലിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ഈ മറിയയുടെ അല്ലെങ്കിൽ യോഹന്നാൻ ഈ മർക്കോസിൻ്റെ വീട്ടിലാണ് ചെല്ലുവാൻ ഇടയായത് എന്ന് നമ്മൾ പഠിച്ചതാണ്. എന്തായാലും അവർ 3 പേര് ഈ അന്ത്യോക്യ സഭയിലേക്ക് വന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ അവിടുത്തെ കൃപാവരമുള്ള ആളുകളെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. അതാണ് 13:1 വായിച്ചത്. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ മനായൻ, ഹെരോദാവോട് കൂടെ വളർന്ന മനായൻ, ശൗൽ എന്നീ പ്രവാചകന്മാർ ഉപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു. ഒന്നാമത്തെ സ്ഥാനം ബർന്നബാസിനാണ് കൊടുക്കുന്നത്. കാരണം ആ സഭയിലെ പ്രധാന പ്രവർത്തകൻ ശൗലിനെ അവിടെ കൊണ്ടുവന്നയാൾ ബർന്നബാസാണ്. അതുകൊണ്ട് ബർന്നബാസിന് അവിടെ 1ാം സ്ഥാനം നമ്മൾ കാണുകയാണ്. പിന്നീട് പല നിറത്തിലും പല സംസ്കാരത്തിലും പല സ്ഥലത്തും ഉണ്ടായിരുന്ന പലതരത്തിൽപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. കുറേനക്കാരനായ ആളുണ്ട്. കുറേന എന്നൊക്കെ പറയുന്നത് അത് ആഫ്രിക്കൻ രാജ്യമാണ്. അതുപോലെ നീഗർ എന്നു പേരുള്ള ശീമോൻ, പിന്നെ ഹെരോദാവോട് കൂടെ വളർന്ന മനായൻ. ഹെരോദാവിനോടിൻ്റെ കാര്യവിചാരകനായ കൂസ എന്നൊരാളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. കൂസയുടെ ഭാര്യ വസ്തുവകളാൽ കർത്താവിനെ ശുശ്രൂഷിച്ച ആളാണ് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ മകനായിരിക്കാം ഈ മനായൻ. അവന് വേണ്ടി ആയിരിക്കാം, അവന് സുഖമില്ലായിരുന്നപ്പോൾ അവന് വേണ്ടി ആയിരിക്കാം ഈ കൂസ യേശുവിൻ്റെ അടുക്കൽ വന്ന് എൻ്റെ മകന് സൗഖ്യം തരണം, നീ വരണമെന്ന് പറഞ്ഞത്. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിൻ്റെ മകന് സൗഖ്യം ആയിരിക്കുന്നു. അപ്പോൾ പലതരത്തിലുള്ള പല കൃപാവരമുള്ള അല്ലെങ്കിൽ പല ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഒരുമിച്ചുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതൊരു മാതൃകയായ കാര്യമാണ്. നമ്മുടെ സഭകളിൽ തീർച്ചയായിട്ടും പല ഭാഷക്കാരെ, പല നിറത്തിലുള്ള ആളുകളെ, പല സംസ്കാരത്തിൽപ്പെട്ടവരെ, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരെ ഒക്കെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയണം. യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാർ അങ്ങനെയായിരുന്നല്ലോ, പല ടെമ്പറമെൻ്റുള്ള ആളുകളായിരുന്നു. അതല്ലാതെ മലയാളികളുടെ മാത്രം സഭ, ഹിന്ദിക്കാരുടെ മാത്രം സഭ, തമിഴന്മാരുടെ മാത്രം സഭ, തന്നെയല്ല ദരിദ്രരുടെ മാത്രം സഭ, പിന്നെ കറുത്തവരുടെ മാത്രം സഭ, അത് ഒരിക്കലും ശരിയല്ല. എല്ലാ നിറക്കാരെയും എല്ലാ ഭാഷക്കാരെയും അല്ലെങ്കിൽ എല്ലാ സംസ്കാരത്തിൽപ്പെട്ട എല്ലാ നിലവാരത്തിൽപ്പെട്ട ആളുകളെയും ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കണം. അന്ത്യോക്യ സഭ അങ്ങനെയായിരുന്നു. അതിനാൽ ലോക സുവിശേഷീകരണത്തിന് ദൈവം അവരെ ഉപയോഗിച്ചു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ആ മനോഭാവം, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ആ മനോഭാവം, അന്ത്യോക്യ സഭയുടെ അല്ലെങ്കിൽ ബർന്നബാസിൻ്റെയും ശൗലിൻ്റെയും മനോഭാവം നമുക്ക് പഠിക്കാം, പുലർത്താം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.